വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് ടിപ്സുമാണ് പറയുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പ്രോഡക്ട്സിൻ്റെയും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് കാർബൺ പേപ്പറിനെ കുറിച്ച് തന്നെ പറയാം. നമുക്ക് നോർമലി സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ കളർ കാർബൺ പേപ്പറും പിന്നെ ബ്ലാക്കുമാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ആ ഫ്ലവർ ചെയ്യാനും ഞാൻ ഈ ബ്ലൂ കാർബൺ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. ബ്ലൂ കാർബൺ പേപ്പർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ കവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 3-4 കോട്ട് അടിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഇതിൽ നമുക്ക് ഈ യെല്ലോ കാർബൺ പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഈ വൈറ്റ് ക്ലോത്തിലും അത്യാവശ്യം വിസിബിൾ ആണ്. ഇത് സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ യെല്ലോയിഷ് വൈറ്റ് പിന്നെ റെഡ് കളറ് ഗ്രീൻ കളറ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഡാർക്ക് കളർ ബ്ലാക്ക് ക്ലോത്തിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ യെല്ലോ കാർബൺ പേപ്പർ. അത് മാത്രമല്ല ഈ ബ്ലൂ കാർബൺ ഇപ്പോൾ നമ്മൾ യെല്ലോ പെയിൻ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്തൊരു ഗ്രീൻ ടിൻറ്റ് പോലെ വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ യെല്ലോ കാർബൺ പേപ്പർ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കളേർഡ് കാർബൺ പേപ്പേഴ്സ് നമുക്ക് എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ബ്രഷസ് നോക്കാം. ഈ 3 സൈസിലുള്ള ബ്രഷസ് മിനിമം നിങ്ങളുടെ കയ്യിൽ വേണം ഫാബ്രിക് പെയിൻറ് ചെയ്യാനായിട്ട്. ഇതെല്ലാം റൗണ്ട് ബ്രഷസ് ആണ്. ഇത് 8 സൈസിൻ്റെ ബ്രഷാണ്. ബ്രഷിൻ്റെ സൈസ് 5 ആണ്. ഇത് 1 സൈസിലുള്ള ബ്രഷാണ്. ഔട്ട്ലൈൻ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അറ്റ് പ്രസന്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ഫാബ്രിക് പെയിൻ്റ് ആണ്. പിന്നെ Faber-Castellിൻ്റെ ഫെവിക്രിലിൻ്റെ അങ്ങനെ 3 കമ്പനി ഫാബ്രിക് പെയിൻറ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 3ഉം നല്ല ഫാബ്രിക് പെയിൻ്റ് ആണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പെയിൻറ് കുറച്ച് തിക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ തുറന്ന് വെക്കുമ്പോൾ അത് തിക്കായി പോവും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് പെയിൻറ് ലൂസാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഫെവിക്രിലിൻ്റെ ഒരു പുതിയ ബോട്ടിൽ ഞാൻ മേടിച്ചാണ്. അത്യാവശ്യം നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് ഈ പെയിൻറ്. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫാബ്രിക് പെയിൻറ് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാലറ്റിലെടുത്ത് ലൂസാക്കി ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഫാബ്രിക് പെയിൻറ്റിന് വേറൊരു മീഡിയം ആവശ്യമില്ല, വാട്ടർ തന്നെ മതി. നെക്സ്റ്റ് എംബ്രോയിഡറി ഹുപ്പാണ്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 8 ഇഞ്ചസിൻ്റെ എംബ്രോയിഡറി ഹുപ്പാണ്. ഇത് 12 ഇഞ്ചസിൻ്റെയും. ഇത് നമുക്ക് സാരിയൊക്കെ ചെയ്യാൻ നല്ലതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ എടുക്കുന്ന ക്ലോത്തിൻ്റെ സ്റ്റാർച്ച് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് മാത്രമേ ഫാബ്രിക് പെയിൻറ് ചെയ്ത് തുടങ്ങാവൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് കഴുകുമ്പോൾ ഈ ഫാബ്രിക് പെയിൻറ്റിങ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റാർച്ച് റിമൂവ് ചെയ്തിട്ട് മാത്രമേ പെയിൻറ് ചെയ്യാവുള്ളൂ. നമുക്കിനി ഫാബ്രിക് പെയിൻറ് എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ചെയ്ത ക്ലോത്ത് തിരിച്ചിടുക. എന്നിട്ട് അത് പുറകു വശത്ത് അയൺ ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഹീറ്റിലിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം ക്ലോത്തിൻ്റെ പുറകു വശത്തായിട്ട്. നമ്മൾ ഫാബ്രിക് പെയിൻറ് ചെയ്ത് കഴിഞ്ഞ് 24 hours കഴിഞ്ഞിട്ടേ അയൺ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റിങ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.